Hi friends, welcome back to Thanshik world. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നേന്ത്രപ്പഴം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിംഗ് സ്നാക്ക് റെസിപ്പിയാണിത്. നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചേരുവകൾ മാത്രം മതി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട്. വെറും 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ നേന്ത്രപ്പഴമാണ്, വലിയതാണെങ്കിൽ 2 മതിയാകും. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഞാനിതിങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. അതല്ലാതെ നമുക്ക് സാധാരണ പുഴുങ്ങിയെടുക്കുന്നത് പോലെ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണി കഴിയും. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഞാനിവിടെ പഴം നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇതിൻ്റെ കുരുവൊന്നും പോക്കാൻ നിൽക്കണ്ട, അങ്ങനെ തന്നെ നമുക്കിത് മാഷ് ചെയ്തെടുക്കാം. ചൂടോടുകൂടി തന്നെ ഇതൊരു മാഷറോ അല്ലെങ്കിൽ ഇതുപോലെ ഫോർക്കോ യൂസ് ചെയ്തിട്ട് ഉടച്ചെടുക്കണം. എന്നാൽ മാത്രമേ കട്ടയൊന്നും ഇല്ലാതെ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ പഴം സ്റ്റീം ചെയ്തിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചൂടോട് കൂടിയിട്ട് പഴത്തിൻ്റെ കറുത്ത കുരുവൊന്നും കളയേണ്ടി വരില്ല. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നെയ്യ് യൂസ് ചെയ്യാം. ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ബട്ടർ യൂസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. പാലിൻ്റെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാല് മതി. ഇനി ഇത് നല്ല സ്മൂത്തായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആവശ്യമാണെങ്കിൽ മാത്രം ഇടയ്ക്ക് ഒന്നുകൂടി പാല് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണിത്. ഇനി കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിൽ നിന്ന് ഒരു ചെറിയ ഉരുളി എടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു ഫിംഗറിൻ്റെ ഷേപ്പിലാണ് ഞാൻ റോൾ ചെയ്തെടുക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒരു ബോൾ പോലെയുള്ള ഷേപ്പാക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ബനാന ഫിംഗേഴ്സ് എന്ന് പേരിട്ടത് കാരണം ഇതൊരു ഫിംഗറിൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ എല്ലാം ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ 22 ബനാന ഫിംഗേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ചൂടുള്ള എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബനാന ഫിംഗേഴ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബനാന ഫിംഗേഴ്സും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിംഗ് സ്നാക്ക് റെസിപ്പിയാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഉന്നക്കായ പോലെ തന്നെയാണ്. എന്നാലും ഇതിന് ഉന്നക്കായ ഉണ്ടാക്കുന്നത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന് പ്രത്യേകിച്ച് ഫില്ലിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ബ്രെഡിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. എല്ലാവരും കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
ഈ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.